കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ എന്നുള്ളത് ഒരു ഷെയിമായിട്ട് അല്ലെങ്കിൽ ഒരു കുറവായിട്ടാണ് കുറച്ച് നാൾ മുമ്പ് വരെ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ കരുതിയിരുന്നത്. അതായത് എൻ്റെ ഫ്രണ്ട് സർക്കിൾ ചെറുതാണ്, അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ അധികം അധികം സോഷ്യലി ഇൻവോൾവ് ആവോ ഒന്നും ചെയ്യുന്ന ഒരു പ്രാക്ടീസ് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ലേറ്റ്ലി ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കും തോറും ലൈഫിൽ നമ്മൾ പതിയെ മുമ്പോട്ട് പോകും തോറും മനസ്സിലാവുന്ന ഒരു കാര്യം, അതൊരു കുറവല്ല. കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ എന്ന് പറയുന്നത് ഒരു ലാക്ക് ഓഫ് ഫ്രണ്ട്ഷിപ്പിലേക്കോ ഒന്നും നമ്മളെ തള്ളി വിടുന്നില്ല. എന്നെ സംബന്ധിച്ചോളം അത് എനിക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് എൻ്റെ എനർജി പല കാര്യങ്ങളിലേക്കും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഫ്രണ്ട്സ് ഇല്ല എന്നുള്ളതൊരു അഡ്വാൻറ്റേജ് ആണെന്നല്ല, ഫ്രണ്ട് സർക്കിൾ കുറവായിരിക്കുന്നത് എന്നാൽ മ്യൂച്വലി ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള, അതായത് നമുക്കിപ്പോൾ 2 മണിക്കോ 3 മണിക്കോ രാത്രി ധൈര്യമായിട്ട് ഫോൺ ചെയ്യാവുന്ന ഫ്രണ്ട്സ്, അങ്ങനെയുള്ള കുറച്ച് പേര് എല്ലാവർക്കും വേണം. അല്ലാതെ ഫോഴ്സ്ഫുള്ളി ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകുന്നത് ഞാൻ കുറേ നാളായിട്ട് സത്യം പറഞ്ഞാൽ നിർത്തി. ട്രൈങ് ടു മേക്ക് ഫ്രണ്ട്സ് എന്നുള്ളൊരു പ്രാക്ടീസ്. നമ്മുടെ ഫോൺ കോണ്ടാക്ട്സിൽ ചിലപ്പോൾ മോർ ദാൻ 1000 ആൾക്കാരെ കാണും. പക്ഷെ അതെല്ലാം നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരല്ല, അതെല്ലാം നമ്മുടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട്സ് ആണെന്നുള്ളൊരു റിയലൈസേഷൻ വന്നത് അധികം നേരത്തെ അല്ല, വൈകിയാണ്. എന്നാലും ഞാൻ ഇപ്പം അത് ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. അതായത് നമ്മുടെ കോണ്ടാക്ട്സ് എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് അല്ല. അതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിലും അതൊന്നും ഫ്രണ്ട്ഷിപ്സ് അല്ലല്ലോ. അതെല്ലാം നമ്മുടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട്സ്. എന്നാൽ നമുക്ക് അവരെ കൊണ്ട് ഉപകാരവും നമ്മളെ കൊണ്ട് അവർക്കും ഉപകാരം ഉണ്ടാവുമായിരിക്കാം. ബട്ട് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നൊരു തലത്തിലേക്ക് അത് പെയിന്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. എനിക്കിപ്പോൾ ശരിക്കും തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, പല ഫ്രണ്ട്ഷിപ്സും പലപ്പോഴും നമ്മുടെ ലൈഫിലെ ഏതെങ്കിലും ഒരു ഫേസ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതായിരുന്നു. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നു, അവിടെ കുറച്ച് ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാവുന്നു. പക്ഷെ ആ ഒരു ഫേസ് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ കോണ്ടാക്ട് അവിടെ വെച്ച് മുറിഞ്ഞു പോകുന്നു. സോ പല പല ഫ്രണ്ട്ഷിപ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു ലൈഫിലെ പല ഫേസ് ആയിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള കോണ്ടാക്ട്സ് ആയിരിക്കും. ഇത് മിക്കവാറും ചിലപ്പോൾ എൻ്റെ മാത്രം ഒപ്പീനിയൻ ആയിരിക്കും. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ബട്ട് എൻ്റെ ഫ്രണ്ട്ഷിപ്സ് പലതും മിക്കപ്പോഴും ലൈഫിലെ ഏതെങ്കിലും ഒരു ഫേസ് ആയിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആയിട്ടുള്ളതായിരുന്നു. അതുപോലെ എനിക്ക് സംഭവിച്ച അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൽ പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മൂവിങ് സിറ്റീസ്, അതായത് നമ്മുടെ നാട്ടിൽ തന്നെ നിന്ന് പഠിച്ചതൊക്കെ അവിടെയാണെങ്കിലും നമുക്ക് പലപ്പോഴും ജോലിയെല്ലാം തേടി പല പല സിറ്റീസിലേക്കും പല പല സ്റ്റേറ്റ്സിലേക്കും രാജ്യങ്ങളിലേക്കും വരെ പോകേണ്ടി വരും. അങ്ങനെ പോകുന്ന ഫ്രണ്ട്ഷിപ്സ്. പക്ഷെ ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നലെ പോലും ഞാൻ എൻ്റെ ഇപ്പോൾ 2ലും 3ലും ഞാൻ പഠിച്ച ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഉണ്ട്. അതായത് നമ്മുടെ ഹോം ടൗൺ ഫ്രണ്ട്സ്. എനിക്ക് തോന്നുന്നു അവരായിരിക്കും ഇപ്പോഴും നമുക്ക് മിക്കവർക്കും ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്. ഇന്നലെയും കൂടി ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് എൻ്റെ ബൈക്ക് നാട്ടിലിരിക്കുക, അതൊന്ന് സർവീസ് ചെയ്യണം, അതിന് കൊണ്ടുപോകാൻ പറഞ്ഞ് ഒരു മാസം അവൻ്റെ അടുത്ത് പറയണം. അവസാനം ഇന്നലെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അത് നാളെ കൊണ്ടുപോകാം, നാളെ തിങ്കളാഴ്ച എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഉള്ളൂ. സോ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ പ്രൊഫഷണൽ ഫ്രണ്ട്ഷിപ്സും ഒന്നും ഇതുവരെ ആ ഒരു തലത്തിലേക്ക് ഫ്രണ്ട്സ് എന്ന് പറയാവുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മൾ ഏറ്റവും നമ്മുടെ അടുത്ത ഫ്രണ്ട്സ് ആണ്, കൂട്ടുകാരാണ് ഫോർ ലൈഫ് എന്നൊക്കെ വിചാരിച്ചിരുന്ന പലരും കല്യാണം എല്ലാം കഴിയുമ്പോൾ പല പല സൈഡിലേക്ക് പല പല സ്ട്രീമിലേക്ക് പോവും അല്ലേ. എനിക്ക് തോന്നുന്നു അപ്പം നമ്മളും അതിൻ്റെ ഒപ്പം കല്യാണമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി പാരലലി ഒരു മാരീഡ് കപ്പിൾ ഫ്രണ്ട്സ് ആയിട്ട് മുമ്പോട്ട് പോയിരിക്കും. പക്ഷെ എല്ലാവരുടെ കേസിലും അങ്ങനെയല്ലല്ലോ. എൻ്റെ പല ഫ്രണ്ട്സും ഞങ്ങൾക്ക് ഒരു ബാൻഡ് ഫോം ചെയ്യണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു ബാംഗ്ലൂർ. പക്ഷെ എൻ്റെ കൂട്ടുകാർ പലരും പല വഴിക്ക് കല്യാണം എല്ലാം കഴിഞ്ഞ് പോയി, അതെല്ലാം ഡിസ്പേഴ്സ് ആയി പോയി, ഞാൻ മാത്രമായി പോയി. പല ഫ്രണ്ട്ഷിപ്സും അങ്ങനെ പല പല സ്ട്രീമിലേക്ക് പോകുന്ന എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്.